ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതിൽ ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതിയിൽ നിന്ന് വരികയാണ്. തമിഴ്നാടിൻ്റെ ഹർജിയിൽ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി ഉത്തരവ് സജീവ ചർച്ചയായി നിൽക്കുന്നതിനിടെയാണ് കേരളത്തിൻ്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് കേരളം ഇതിനെ കാണുന്നത്. ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ തമിഴ്നാടിന് അനുകൂലമായ ഒരു വിധി വന്ന സാഹചര്യത്തിൽ കേരളത്തിനും സുപ്രീം കോടതി വിധി അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷയിലാണോ സംസ്ഥാനം? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നും ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ചിൽ നിന്നുണ്ടായ ഉത്തരവ് അത് കേരളത്തിന്റെ ഹർജിക്ക് സമാനമായ സ്വഭാവമുള്ള ഒരു ഹർജിയിലാണ് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയത്. അത് കേരളത്തിനും ബാധകമാണ് എന്നുള്ള ഒരു നിലപാട് ഇതിനകം തന്നെ കേരളം സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇന്നും സമാനമായ ഒരു ഹർജിയാണ് ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിൽ വരുന്നത്. ഈ ഒരു ബെഞ്ചിന് മുന്നിൽ നേരത്തെ ഈ ഹർജി കേരളത്തിന്റെ ഹർജി ലിസ്റ്റ് ചെയ്യുമെങ്കിലും അത് പരിഗണനയ്ക്ക് എത്തിയിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ മുന്നിൽ കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ KK വേണുഗോപാൽ തമിഴ്നാടിന്റെ ഹർജിക്ക് സമാനമാണ് കേരളത്തിന്റെ ഹർജി എന്നും അതുകൊണ്ട് തന്നെ ആ തമിഴ്നാടിന് അനുകൂലമായ ഉത്തരവിട്ട ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചിന് കേരളത്തിന്റെ ഹർജികളും കൈമാറണമെന്നും ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ ഇത് സമാന സ്വഭാവം ഉള്ളതാണോ? ഈ ഹർജികൾ തമിഴ്നാടിന് ഹർജിയിൽ ഇറക്കിയ ഉത്തരവ് കേരളത്തിന് ബാധകമാണോ എന്നതടക്കം പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഒരു നിലപാട് എന്നുള്ളത്. മെയ് 15-ന് ആ ഒരു ആവശ്യം പരിഗണിക്കാനിരിക്കെയാണ് കേരളത്തിന്റെ ഹർജി ഇന്നും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കായി എത്തുന്നത്. ഈ ഒരു ഹർജിയിൽ എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്നുള്ളത് ഏറെ നിർണായകമാകും. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു ഉത്തരവ് രാഷ്ട്രപതിക്ക് അടക്കം സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ആ സംഭവത്തിൽ BJP നേതാക്കളും പ്രതിപക്ഷ നേതാക്കളും തമ്മിലുള്ള വാക്പോര് തുടരുകയും ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ഹർജി വീണ്ടും സുപ്രീം കോടതിയിൽ എത്തുന്നത് എന്നുള്ളതും നിർണായകമാണ്. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.